എന്ന തീരുമാനമാണ്. അതുപോലെ തന്നെ നമ്മൾ നല്ല പാർട്ടിക്കാരാണ്, അച്ചടക്കമുള്ള പാർട്ടിക്കാരാണ് നമ്മൾ എവിടേക്കും പോകുമ്പോഴോ വരുമ്പോഴൊക്കെ നോക്കണം, നമുക്കണ്ട് പോകാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കണം. പാർട്ടിക്കാരാകുമ്പോൾ ആരെങ്കിലും വിളിച്ചാൽ അപ്പം തന്നെ നമുക്ക് പോകേണ്ടതില്ല. അതിന് സാമുദായികമായിട്ടുള്ള പ്രത്യേകത നോക്കേണ്ടി വരും, രാജ്യസ്നേഹപരമായിട്ടുള്ള പ്രത്യേകതകൾ നോക്കേണ്ടി വരും, സാമൂഹ്യപരമായിട്ടുള്ള പ്രത്യേകതകൾ നോക്കേണ്ടി വരും. അതല്ലാതെ ആരെങ്കിലും വിരുന്നിന് വിളിച്ചാലൊക്കെ അപ്പം തന്നെ പോകേണ്ട കാര്യം മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് സ്വത്താണ്. അത് വളരെ ഭദ്രമായി സൂക്ഷിക്കേണ്ട സാധനമാണ്. ആദർശം അല്ലെങ്കിൽ പിന്നെ എന്താണ് സൂക്ഷിക്കേണ്ടത്? നമ്മൾ സൂക്ഷിക്കേണ്ട സാധനം ഏറ്റവും വലുതെന്താ? ആദർശമില്ലാത്ത മനുഷ്യൻ അവിടെ കണ്ട ആയിലും കയറും, അവിടെ കണ്ട അവിടെയും കയറും, അവിടെ ചെന്നാൽ അവിടെയും ചെല്ലും, ഇവിടെ ചെന്നാൽ അവിടെയും. അതായാലും പ്രശ്നമില്ല, ഇതായാലും പ്രശ്നമില്ല, അതൊക്കെ സൗഹാർദ്ദമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരും നാക്കാലികളും തമ്മിൽ എന്താ വ്യത്യാസം? നാക്കാലി ഒരു പോത്തുതില പോവുകയാണ്, അവിടെ പുല്ല് കണ്ടു അത് തിന്നു, കുറച്ചപ്പുറത്ത് പോയ നെല്ല് കണ്ടു അതും തിന്നു, കുറച്ചപ്പുറത്ത് പോയപ്പോൾ വേറൊരാളെ വാഴ കണ്ടു അതും തിന്നു, അപ്പുറത്ത് പോയപ്പോൾ വെള്ളം കുടിച്ചു, അത് ഉതിർന്ന് വെള്ളം കുടിച്ചു. അങ്ങനെ തുടങ്ങി എന്തും ചെയ്യാം എന്നാണെങ്കിൽ പിന്നെ നമ്മളും പോത്തുകളും തമ്മിൽ എന്താ വ്യത്യാസം? മനുഷ്യനായാൽ അവൻ ആദർശം വേണം. ആ ആദർശം വിട്ട് കളിക്കരുത്. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുകുമരത്തിൽ നാട്ടി ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദിന് നിന്റെ അവസ്ഥ മുഹമ്മദിനാകുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദിന്റെ കാലിൽ ഒരു മുള്ള് തട്ടുന്നത് ഞാൻ ഇഷ്ടപ്പെടുകയില്ല, ഒരിക്കലും സഹിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ ഖുബൈബ് എന്തിനു വേണ്ടിയാണ് ആ പറഞ്ഞത്? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞത്ത് പാറക്കല്ലുകൾ കയറ്റി വെച്ചുകൊണ്ട് നട്ടുച്ച സമയത്ത് മണൽ കൂടി വലിച്ചിഴക്കുമ്പോൾ അഹദ് അഹദ് എന്ന് പറഞ്ഞത് അതാണ് ആദർശം. ഇതിനാണ് ആദർശം എന്ന് പറയുന്നത്. ഇവിടെ വള്ളം ഇറക്കാനാണോ അവരെ കഷ്ടപ്പെട്ടത്? അല്ല, ആദർശ സംരക്ഷണമാണ്. അപ്പോൾ ആദർശമില്ലെങ്കിൽ മനുഷ്യൻ പോത്തുകളായി മാറും. ആദർശം സംരക്ഷിക്കണം, ആ ആദർശത്തിന് വേണ്ടി ജീവിക്കണം, മരണം വരെ അത് നിലനിർത്തണം. നാം വിശ്വസിച്ച് ആശ്രയിച്ചു പോരുന്ന ആദർശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമുക്ക് കാണിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ ആദർശം, ആ ആദർശത്തിലാണ് നാം നിലകൊള്ളുന്നത്. അത് തന്നെ മരണം വരെ നിലനിർത്തണം. എന്തെന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ നമ്മൾ ആദർശം വിട്ട് കളിക്കരുത്. ഒരിക്കലും ആദർശത്തിന് കോട്ടം പറ്റരുത്. ജീവൻ ബലിയർപ്പിച്ചാലും ആദർശത്തിന് കേട് പറ്റരുത്. ഇതാണ് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. സമസ്ത എന്ന് പറയുന്നതിന് ഞാൻ പറഞ്ഞല്ലോ, സുന്നത്ത് ജമാഅത്ത് അതാണ് സമസ്തന്റെ വഴി, സിറാത്തുൽ മുസ്തഖീം അതാണ് സമസ്തന്റെ വഴി. ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സമസ്തയെ അങ്ങോട്ട് വളക്കാനോ ഇങ്ങോട്ട് ഒടിക്കാനോ ഒരിക്കലും സാധ്യമല്ല എന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത സിറാത്തുൽ മുസ്തഖീമിൽ മുന്നോട്ട് പോകും. അതിൻ്റെ കൂടെ കൂടാൻ പറ്റുന്നവർക്ക് കൂടാ, അല്ലാത്തവർക്ക് പോകാം. അത് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. സമസ്ത ഏത് ആശയമാണോ പറയുന്നത് അത് അപ്പടി സ്വീകരിക്കാം, ഒന്നും നിങ്ങൾ സംശയിക്കേ വേണ്ട. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന, സഹാബത്ത് കാണിച്ചു തന്ന, താബിഈകൾ താബിഈങ്ങൾ നമുക്ക് വിവരിച്ചു തന്ന ആ ശരിയായ സിറാത്തുൽ മുസ്തഖീമാണ്. ആ സിറാത്തുൽ മുസ്തഖീമാണ് സമസ്തപട ഏറ്റെടുത്ത് നടത്തുന്നത്. ആ പാതയിൽ നിലകൊള്ളുക. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.